കണ്ണൂരിൽ സമരാനുകൂലികൾ അധ്യാപകരുടെ വാഹനങ്ങളുടെ കാറ്റിഴിച്ചുവിട്ട സംഭവത്തിൽ മറ്റൊരു ഇടപെടൽ. വാഹനങ്ങളുടെ ടയറിൽ കാറ്റ് നിറച്ചു നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ശ്രീകണ്ഠാപുരം നെടുങ്ങോം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ വാഹനങ്ങൾക്ക് നേരെയായിരുന്നു സമരാനുകൂലികളുടെ അതിക്രമം. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങൾ വേണ്ട. ഫെലിക്സ്, കോൺഗ്രസിന്റെ തന്നെ തൊഴിലാളി സംഘടനയായ INTUC ഈ സമരം പ്രഖ്യാപിച്ച തൊഴിലാളി സംഘടനകളിൽ ഒന്ന് പ്രധാന സ്ഥാനത്തുള്ള സംഘടനയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം ചെയ്തത് ഇതൊരു തെറ്റായ സമര രീതിയാണ് എന്ന് കരുതിയാണോ, അതോ സമരത്തോട് അവർ വിമുഖത പുലർത്തുന്നതാണോ? എന്താണ് കാരണം? ദിവിഷ്, നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അധ്യാപകരുടെ കാറിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടത് ഇടതനുകൂല ആളുകളാണ്. അതായത് പുറത്തുനിന്നും എത്തിയ CPM CIT ബന്ധപ്പെട്ട ആളുകളാണ് ഈ അതിക്രമം കാട്ടിയത്. മാത്രമല്ല, അവിടെ ഈ INTUC ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ കൂടി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലെ ആളുകൾ ഇന്ന് പലയിടങ്ങളിലും ഈ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കാനായി എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലെ ആളുകളുടെ വാഹനങ്ങളുടെ ടയറുകളെ കാറ്റുകളാണ് അഴിച്ചുവിട്ടത്. ഇങ്ങനെ ഒരു അതിക്രമം CPM അനുകൂല ആളുകളുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടാകുകയും ചെയ്തത്. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുകയും ഈ 7 വാഹനങ്ങളുടെ കാറ്റുകളാണ് അഴിച്ചുവിട്ടത്. ആ 7 വാഹനങ്ങളിലെ ടയറുകളുടെ കാറ്റുകളും നിറച്ചു നൽകുകയും ചെയ്തത്. മാത്രമല്ല, ഈ നെടുങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% കാഴ്ച ശക്തിയില്ലാത്ത ഒരു അധ്യാപകൻ കൂടി ഉണ്ടായിരുന്നു. ആ അധ്യാപകൻ്റെ വേദന കൂടി അവിടെ ഉള്ള സഹപ്രവർത്തകർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ അധ്യാപകൻ ഈ കാറിലാണ് വന്നത്, മറ്റു വഴികളില്ല തിരിച്ച് വീടുകളിലേക്ക് പോകാൻ. അപ്പോൾ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തിരികെ മടങ്ങി പോകേണ്ടതുണ്ട്. വലിയ ബുദ്ധിമുട്ട് ഈ കാഴ്ചയില്ലാത്ത അധ്യാപകനടക്കം അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തുകയും ഈ കാറ്റ് നിറച്ചു നൽകുകയും ചെയ്തത്. ഏതായാലും 7 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 7 വാഹനങ്ങളുടെ അതിൽ ഒരു വാഹനത്തിൻ്റെ 4 ടയറുകളുടെ കാറ്റുകളും ഈ സമര അനുകൂലികൾ അഴിച്ചുവിട്ട സംഭവമാണ് ഉണ്ടായത്. ഏതായാലും അതിനുശേഷം തിരികെ മടങ്ങിപ്പോകാൻ ഏതായാലും അവർക്ക് കാറ്റ് നിറച്ച് നൽകി എന്നാണ്. ഫെലിക്സ്, നമ്മുടെ നാട്ടിൽ കാലങ്ങളായി ഇങ്ങനെ തൊഴിലാളി സമരങ്ങൾ നടക്കുന്നു. പലവിധ സമരങ്ങളുണ്ട്. പല സമരങ്ങളിലും ഒരുപക്ഷെ സ്കൂളുകളിലുമൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ സമരം ഉണ്ടാകുമ്പോൾ അധ്യാപകരുടെ അന്ന് സൈക്കിളൊക്കെ ആണെങ്കിൽ സൈക്കിളിൻ്റെ കാറ്റഴിച്ചു വിടുക, ബൈക്കിൻ്റെ കാറ്റഴിച്ചു വിടുക, ഈ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കാലം മാറി. അതിനനുസരിച്ച് നമ്മളും ആ രീതിയിൽ ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. സ്കൂളിലേക്ക് വരുന്ന അധ്യാപകർ അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള അധ്യാപകൻ അദ്ദേഹത്തിന് മറ്റൊരാളായിരിക്കും ആ സ്കൂളിൽ എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പോലും കാറ്റഴിച്ചു വിടുക. അപ്പോൾ ഒരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് സമരക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഇത്തരം സമരങ്ങൾ കാണുമ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ ജെനുവിനാണെങ്കിൽ പോലും അതിനോട് മുഖം തിരിക്കേണ്ട അല്ലെങ്കിൽ മുഖം തിരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഈ ഇത്രയും വാഹനങ്ങളുടെ കാറ്റ് ചവിട്ടി നിറച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇങ്ങനെ പമ്പ് ചെയ്യുക എന്നുള്ളത് മെഷീൻ പമ്പിങ്ങിലാണ് സാധാരണ. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സുകാർ കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അധ്യാപകൻ്റെ കാര്യം കൂടിയാണ്. അതായത് കാഴ്ച പരിമിതിയുള്ള ഒരു അധ്യാപകനുണ്ട്, അദ്ദേഹത്തിന് തിരികെ മടങ്ങിപ്പോകണം, ബസ്സുകളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ഇടപെടൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുമുണ്ട്. ഏതായാലും ഈ സമരം ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ ആവശ്യങ്ങൾ അതിലുറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സമരാഭാസത്തിലേക്ക് പോകുന്നു എന്നതാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും കൂടി ഒരു ആവശ്യത്തിനാണ് ഈ സമരം നടത്തുന്നതെങ്കിൽ കൂടി ഇത്തരമൊരു ഇടപെടൽ ആ സമരക്കാരുടെ ഭാഗത്ത്, സമര അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നതാണ്. പൊതുവേ നമുക്കറിയാം, ഈ കോളേജിൽ നടക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങളിൽ ഒക്കെ ഇത്തരം സമീപനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് മുതിർന്ന ആളുകളാണ്. അപ്പോൾ അത്തരം നിലവാരം ഈ സമര സംഘടന. ഫെലിക്സ്, എന്തായാലും ഗ്രൗൺ അപ്പ് മാൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ ആളുകൾ. അപ്പോൾ ഈ സമരം ചെയ്യുന്നവർ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം. ഈ കാറ്റഴിച്ചു വിട്ടും ഒന്നും അല്ല തൊഴിലാളി അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരം നടത്തുന്നത്. സമരത്തിനോടൊന്നും ആർക്കും വിയോജിപ്പില്ല. അത് നിങ്ങൾ കൃത്യമായി ആവശ്യങ്ങൾ പറയുന്നു, അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവർക്ക് ആ സമരത്തിൽ പങ്കുചേരാം. എതിർത്ത് ഇല്ല ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടില്ല, ഞങ്ങൾ ജോലി ചെയ്യുന്നു എന്ന് പറയും. ശരി, നിങ്ങൾ എന്താ ജോലി ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു മര്യാദ, അതാണല്ലോ ജനാധിപത്യം. അല്ല ഞങ്ങൾ സമരം ചെയ്യുന്നു ബാക്കി എല്ലാവരും സമരം ചെയ്യണം അല്ലെങ്കിൽ അവർ ജോലി ചെയ്യരുത് എന്ന് ശഠിക്കുന്നത് എന്ത് ജനാധിപത്യ ബോധത്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല. ഇപ്പോൾ സമരത്തെ